അപ്പോൾ 2888 എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ 2888 തൊട്ട് 2000 വരെ 12 വർഷമാണ്. അപ്പോൾ 12 വയസ്സ് ഓഗസ്റ്റിൽ തികഞ്ഞ്. അപ്പം ജസ്റ്റ് അതിൽ കണ്ടാൽ മതി 2888 എന്ന് പറയുന്നത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ബാൻഡ് നമ്പറാണെന്ന്. എന്താണെന്ന് വെച്ചാൽ അത് യേശു ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല വെച്ചാൽ യേശുവിന് 12 വയസ്സായപ്പോൾ ജെറുസലേം എന്നല്ല ശരിക്കും ഇംഗ്ലീഷ് അല്ല വരില്ല, യെറൂശലേം എന്ന് പറയുമ്പോൾ ആ ഒരു യെറൂശലേം സല്യൂട്ട് എന്നല്ല പറയുന്നത്, യെറൂശലേം എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ പള്ളിയിൽ കാണാണ്ടായി. 12 വയസ്സിൽ അവർ തേടി നടന്ന് പോവാണ്. അന്ന് ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് അന്ന് അവർ സ്ലേവറിയിലാണെങ്കിലും ഈജിപ്ഷ്യൻ സ്ലേവറി പോലെയല്ല, അവർക്ക് വീടുണ്ട്, എല്ലാം ഉണ്ട്, ഫ്രീ ആയി നടക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, എഡ്യൂക്കേഷൻ ഉണ്ട്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു റോമൻസൊക്കെ അവർക്ക് ഭർത്താവ് അവർ ഷെയർ ചെയ്യും. അങ്ങനെ കുറേ വിശ്വാസത്തിൻ്റെ കാലമാണ്. അതിൽ കളങ്കല എന്ന് പറയുന്നത് അതിൽ എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അങ്ങനെ നടക്കണം. അതുകൊണ്ടാണ് യേശു അവിടെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നടന്നായിരുന്നത്. യേശുവിടെ ജനനം ആ സമയത്തായിരുന്നു. അപ്പോൾ 2888 അപ്പോൾ 888 എന്ന് പറയുന്നത് മോസ്റ്റ് പെർഫെക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാമല്ലോ, അന്നേ തൊട്ട് പറയുന്നതാണ്. അപ്പോൾ 888 എന്ന് പറയുമ്പോൾ അപ്പോൾ 12 വയസ്സാകുമ്പോൾ യേശുവിനെ കാണേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ രീതി വരുമ്പോൾ പെട്ടെന്ന് അവരുടെ വീട്ടിൽ തന്നെ കാര്യങ്ങൾ ഇല്ലാണ്ടാവുമ്പോൾ അത് ഒരു കാണാത്ത പോലെ ആവുകയാണ്. എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് അവർ കണ്ട മനസ്സിലാവും. ഇപ്പോൾ സുജ എൻ്റെ അപ്പം നോക്കുമ്പോൾ എൻ്റെ മാമ വയ്ക്കുമ്പോൾ എൻ്റെ ഫേസ് ഫുള്ളും വെള്ളം കൊണ്ട് നിറയുമ്പോൾ കണ്ണുനീര് തരുമ്പോൾ നമ്മൾ നോക്കിയെന്ന് പറയുമ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നെ പഠിച്ച ഡെന്നീസും ഇതിനും പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ സുജ അപ്പോൾ ഗൾഫിൽ, അപ്പോൾ സൂസി. അപ്പോൾ അത് കണ്ട് വളരെ, അപ്പോൾ അതിൽ മിസ്റ്റേക്കും അതിൽ ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേർഡ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പെർഫെക്റ്റ് എന്ന് അർത്ഥം. അതിൽ സിന്നില്ല, കളങ്കമില്ല. എന്ത് ലവ് ചെയ്താലും, എന്ത് വീഡിയോസ് എന്തെങ്കിലും പറഞ്ഞില്ല, വീഡിയോസൊക്കെ എന്തെങ്കിലും ചെയ്താലും വെച്ചാൽ ഞാൻ പറഞ്ഞു കളങ്കത്തിൻ്റെ കാര്യം ഒന്നുകൂടി വിശദീകരിക്കാം. ജീവനില്ലാത്ത കാര്യങ്ങൾ പറയാം. അതിപ്പോൾ ഷോർട്ടായിട്ട് പറയാനുള്ള വിശദീകരിച്ച് പറയാം. അപ്പോൾ അത് അറിവില്ലായ്മയെന്ന് പറഞ്ഞാൽ, ജീവനില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്തുറ്റാ? വിഷം എന്ന് പറഞ്ഞാൽ എന്തുറ്റാ? റീട്ടാർഡഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? തന്തയുടെ റീട്ടാർഡ് നേച്ചർ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുക, അതല്ല പറയണേ. അറിവില്ലായ്മ, ജീവനില്ലാത്തത് ആരാധിക്കുക, കഴിക്കുക, പറയുക, ശോഷിച്ച വാക്ക് പറയാത്. അപ്പോൾ ഈ 2000 വർഷം തുടങ്ങുമ്പോൾ 000 എന്നുള്ളത് 888 പോവാണ്. അപ്പോൾ 2 ഓഗസ്റ്റ് 88 എന്നുള്ളത് മാഞ്ഞു പോവാണ്. അപ്പോൾ അതിൽ 12 വയസ്സ് തികയാണ്. അത് തന്നെയാണ് യെറൂശലേമിൽ ബൈബിള് യേശുവിനെ കാണാണ്ടായി. അവർ കുറേ 10 ദിവസം യാത്ര ചെയ്തു. ഇവിടെ എത്ര ദിവസം യാത്ര എനിക്കറിയില്ല. 5 ദിവസം യാത്ര ചെയ്തിട്ട് അവർ നടന്നിട്ട് പിന്നെ പള്ളി പോയി കാണുമ്പോഴാണ് അവർ കണ്ടുപിടിക്കണം. അവർ എല്ലാ ടീച്ചർമാരോടൊക്കെ സംസാരിച്ചിരിക്കുക, എന്താ കാര്യം സംസാരിക്കാമെന്നല്ല തന്നെ പറയാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവരുടെ വേഷം, അന്നത്തെ വേഷം, അപ്പോൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇന്നത്തെ പോലെ ഒന്നില്ല. അപ്പോൾ 2888 26 ആണ് അത് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ഡാഡി അന്ന് അറിവില്ലായ്മ അത് പറയാം. ഈ എൻ്റെ ഞാൻ ഉറങ്ങായിരുന്നു. രാത്രി ഒരു 8 മണി 9 മണി ആയിരുന്നു. കോവയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അതിനുള്ള റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണ്. മാത്സിൻ്റെ ടേബിൾസ് 1 തൊട്ട് കാണാണ്ട് പറയിപ്പിക്കാൻ, 1 തൊട്ട് 12 വരെ. 93-ലാന്ന് തോന്നുന്നു, 1993. അപ്പം എനിക്ക് തീരെ ഇഷ്ടം മൈക്കിൽ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്ക് ആ പറയണ ഒഴുക്ക് അങ്ങനെയാണ്, ഉറങ്ങി ഇങ്ങനെ ആകെ ഇങ്ങനെ വിഷം കെട്ട് പറയണ പോലെ പറയണം നമ്പർ, ടയേർഡായിട്ട്. അപ്പോൾ അതൊക്കെ കാസറ്റൊക്കെ പോയി. അത് അന്നൊരു ഇവിടെ തൃശ്ശൂർ വന്നിട്ട് കുറേ വർഷം അവിടെ നിൽക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കാസറ്റിൻ്റെ കാലമൊക്കെ പോയപ്പോൾ അതൊക്കെ അതൊക്കെ പോയി. ഫിലിപ്സ് അതിലൊക്കെ അപ്പോൾ റെക്കോർഡ് ചെയ്തൊന്നും കേൾക്കും. അപ്പോൾ 12 അപ്പോൾ തെറ്റ് കൂടാണ്ട് പറഞ്ഞു. അപ്പോൾ മാത്സ്, അപ്പോൾ എനിക്ക് അന്ന് തൊട്ട് മാത്സിന് മൈക്കിൽ പറയണതൊക്കെ ഞാൻ പറയും. മൈക്ക് ഞാൻ പറയും. ഇപ്പോൾ ഞാൻ പരിഭവം പറയും മൈക്കിൽ. എനിക്ക് അവൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ് എന്തിട്ടാന്ന് അറിയാം. മൈക്കിൽ അങ്ങനെയല്ല, ഷേപ്പിൻ്റെ കാര്യമല്ല. മൈക്കിൽ സംസാരിക്കുമ്പോൾ
ആ ശബ്ദം വരില്ല എന്നല്ല. ഇപ്പോൾ ആര് നമ്മൾ പഴയവർ പേരാണ് വരുന്നുണ്ടെങ്കിൽ അവരോട് അന്ന് മലയാളം സംസാരിച്ചിട്ടില്ല, 34 വയസ്സുകാരാണെങ്കിൽ അവരോട് പിന്നെ റോമൻ കാത്തലിക് രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കാറ്റ വരെയുള്ള വായന ആ ശബ്ദത്തോടെ വരണ്ടേ വരാം. അപ്പോൾ എപ്പോഴെങ്കിലും പുറത്ത് എവിടെയെങ്കിലും വേറെ ആൾക്കാരുണ്ട്, ഗ്രൂപ്പുണ്ട്, സംസാരിക്കാം. അപ്പോൾ ആ സംസാരം ആദ്യത്തെ തുടക്കം സംസാരം ഉണ്ടായാലും അത് ഒഴുക്കിയോടെ അവസാനം വരെ നിൽക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇമാജിനേഷൻ, അതിൽ കാര്യമില്ല, അതിലൊന്നും നടക്കണില്ല, ജസ്റ്റ് ഒന്നുമില്ല, അതിലൊന്നും പറച്ചിലില്ല, വിളിച്ചാലും ക്ഷണിച്ചാലും ഒന്നും നടക്കണില്ല, ക്യാമറ ഉണ്ട് അതിലൊന്നും നടക്കണില്ല, മുമ്പൊക്കെ താഴെ പറഞ്ഞ വീഡിയോ പോലെ. അപ്പോൾ അത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ മൈക്കിൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യണ പോലെ മൊബൈലിൽ അങ്ങനെ അവതരണം ചെയ്യും സംസാരം. അതുപോലെ എനിക്ക് പറ്റും റെക്കോർഡ് ആ രീതി. ഇപ്പോഴത്തെ മോഡേൺ വേൾഡ് ചേഞ്ച് ആവണ തോറും അതിൽ നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ ചകഞ്ഞെടുക്കണതിൽ അർത്ഥമുണ്ടെന്നാണ്. ആവശ്യമില്ലാത്തത് വിടുക, ആവശ്യമില്ലാത്ത സിനിമ, ഷോർട്സ് മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിരിക്കാൻ തോന്നും. പണ്ടത്തെ ചൈൽഡ്ഹുഡ് അന്ന് അവിടെ നിന്ന് ഗോവ അവിടെ നിന്ന് വരണ പോലത്തെ ആ ടൈപ്പിലുള്ള ഒഴുക്കോടെയുള്ള നമുക്ക് മീനിങ് ഫുള്ളായിട്ടുള്ള മ്യൂസിക്കും അതൊന്നല്ല ഇപ്പോൾ വരണം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ മ്യൂസിക് റെക്കോർഡ് ചെയ്യണ പോലെയല്ല, സ്റ്റേജിൽ കയറി മ്യൂസിക് ഇടുമ്പോൾ അതിലൊരു പാട്ടിന് ഇത്ര യൂട്യൂബ് ഫേമസ് ആവില്ല, ഒരു ഇതില്ലാത്ത പോലത്തെ ഒരു സൗണ്ടല്ല വരിക, ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത മ്യൂസിക് സ്ട്രോങ്. അപ്പോൾ മൈക്കിനോട് എനിക്കൊരു മൈക്ക് എന്ന് പറഞ്ഞ സാധനത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് മൈക്ക് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാറില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അത് പറയാം. ഇപ്പോൾ ഞാൻ പറയാം 2000 തൊട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പറയാം അന്ന് കുറേ സിനിമകൾ ഇറങ്ങും ഇങ്ങനെ. ഇപ്പോൾ സമ്മർ ഇൻ ബത്ലഹം അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടമില്ലായിരുന്നു, അന്ന് കണ്ടു. പക്ഷേ ചന്ദ്രലേഖ, ആകാശഗംഗ, പകൽപൂരം, ആ ഹൊറർ അതിലത്തെ വശീകരണം മ്യൂസിക്കും അതിലത്തെ കഥയും തമാശയും, അല്ലെങ്കിൽ കുറേ യോധ, അങ്ങനത്തെ സിനിമകളൊക്കെ എനിക്കിഷ്ടം. കുറച്ച് അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ സിനിമകളൊക്കെ എനിക്കിഷ്ടം, CID മൂസ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ചില സിനിമകൾ എനിക്ക് ഇഷ്ടമില്ലാത്തതുണ്ട്. എന്താ പറയുക, ദോസ്ത് സിനിമ എനിക്ക് പകുതി ഇഷ്ടമില്ലാത്തതുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ. അതുപോലത്തെ വൃത്തികെട്ട എനിക്ക് ഇഷ്ടമില്ലാത്ത പേര് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് സിനിമ കാണേണ്ട ആവശ്യമില്ല. അതിൻ്റെ പാട്ടും അത് കഥയും അന്തരീക്ഷവും ഒരു കേരള നിശ്ചയം. യോധ എന്ന് പറഞ്ഞ സിനിമയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കേരളത്തിന് മഴക്കാലം പിടിച്ച റെയിൽവേയുടെ അടുത്തുള്ള ഒരു അന്തരീക്ഷവും പിന്നെ ഒരു പച്ചപ്പ്, പിന്നെ നേപ്പാളിയുടെ ഒരു തരം അവിടുത്തെ ഒരു മലകളുടെ ഒക്കെ ടൈപ്പുള്ള അന്തരീക്ഷം. അപ്പോൾ അതിഷ്ടം. അപ്പോൾ ചിലപ്പോൾ ഈ സിനിമകൾ മമ്മൂട്ടിയുടെ ബസ് കണ്ടക്ടർ, മേഘം, പിന്നെ ഒരു സിനിമ ഉണ്ടല്ലോ പട്ടാളം, ഇങ്ങനത്തുള്ള സിനിമകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതിൽ കഥ കാണുമ്പോൾ നമ്മൾ കാണേണ്ട ആവശ്യമില്ല സിനിമ, അതിലത്തെ അത് ഉള്ളടക്കം നമുക്ക് മനസ്സിലാവും. അതിലത്തെ പാട്ട് കേൾക്കുമ്പോഴാണ് ഒരാളൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ആ തുടക്കം നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ, നമുക്ക് അന്നത്തെ പാടാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ പാടുന്നത്. അത് നമുക്ക് താല്പര്യമില്ലാണ്ട് ഉള്ളൊരു നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ സിനിമയുടെ പേര് കേൾക്കുമ്പോഴങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ധൈര്യമില്ലാണ്ട് ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ തന്നെ അത് ഉദ്ദേശിക്കണമെന്ന് പറയാം. അപ്പോൾ അത് പറയാം. അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് നടക്കണ്ട. അപ്പോൾ സുഭാഷിനൊക്കെ അറിയാം, എനിക്കറിയാം, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 9th തന്നെ അവർ പോയി. 10th സുനാമി വരുന്നതിന് മുമ്പും 8th 7th 6th അപ്പോൾ 6th 6ാം ക്ലാസ്സിലാണ്, 6th സ്റ്റാൻഡേർഡിലാണ് 2000 കുമാമയും കുപ്പാപ്പനും ചാവന്ത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞങ്ങൾ കൊണ്ട് നിറച്ച് കരയണ രീതിയല്ല, ശരിക്കും സന്തോഷം പറയണമെന്നല്ലേ പറയണേ, അങ്ങനെ ഒരു ഇത് പറയണം. അപ്പോൾ 1965 എന്ന കുടമാമയുടെ ബർത്ത്ഡേ. കുടമാമ എന്ന് പറഞ്ഞാൽ CRPFലാണ് അവർ വർക്ക് ചെയ്യണം, കാശ്മീരും പിന്നെ അപ്പോൾ സെൻട്രൽ റിസർവ് പോലീസിൽ. അപ്പോൾ അവർ നല്ല ഉയരം. അപ്പോൾ ഇവർ പറയാം ജോലി ചെയ്യാൻ തത്രപ്പെടേണ്ട, കല്യാണം കഴിക്കാൻ തത്രപ്പെടേണ്ട, മക്കളുണ്ടാക്കാൻ തത്രപ്പെടേണ്ട, ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് അതൊക്കെ നടക്കുമെന്ന് പറയുന്നത് ശരിയാണ്. പാപികളുടെ സമയത്ത് തത്രപ്പെട്ട് എല്ലാം പെട്ടെന്ന് ഉയർന്ന് ഇല്ലാണ്ടാവണ പോലെ കുറേ അഹമ്മദാബാദിൽ എല്ലായിടത്തൊക്കെ നടക്കണം. മെറ്റീരിയലിസ്റ്റിക് അഹങ്കാരം ഒരിക്കലും നിലനിൽക്കില്ല. അതുപോലെ ജീവനില്ലാത്ത അറിവില്ലായ്മയും ആരാധിക്കുന്നതും കഴിക്കുന്നതും പറയുന്നതും. അപ്പോൾ അത് പറയുമ്പോൾ ഈ കുടമാമയുടെ ബർത്ത്ഡേ 28 ഓഗസ്റ്റാണ്, 28/8. അപ്പോൾ ഞാൻ 2 ഓഗസ്റ്റ് വരുമ്പോഴും
ശ്രീദേവിയുടെ ബർത്ത്ഡേ 13/2/26, 13 അമ്മാമ്മയുടെ ബർത്ത് 7th ഓഗസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഈ 28 എന്നുള്ള 28ൻ്റെ തൊട്ട് മുകളിൽ 27, സുഭാഷിൻ്റെ ബർത്ത്ഡേ 27th ജൂലൈ ആണ്. അപ്പോൾ 27 എന്ന രീതിയിലാണ് 2nd ജൂലൈ ആ രീതിയിൽ കുപ്പാപ്പ മരിച്ചത്. അപ്പം 7-8 അടിയിൽ കിടക്കുന്നുണ്ട് 28ൻ്റെ നവംബർ. ഫേക്ക് ഷാറുഖ് ഖാൻ. ആ സമയത്ത് നമ്മളിതൊന്നും കുറിച്ച് ചിന്തിക്കുന്നില്ല, ടെക്നോളജി വളർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ വരണം. എത്ര മുമ്പാണ് അതിൻ്റെ വരണം, ആ രീതി ചിന്തിക്കണില്ല എന്ന് മാത്രം. അപ്പം എനിക്ക് പറയാം, സുഭാഷ് കല്യാണം കഴിക്കണില്ല, അതൊക്കെ ഇപ്പം പറയേണ്ട കാര്യമാണ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, എന്താ ഇങ്ങനെ നിൻ്റെ അമ്മയ്ക്ക് കണ്ട മഞ്ജു വാര്യർ ഡ്രസ്സ് ആയിട്ട് തടിച്ചിട്ടുള്ള, നിന്നെ കണ്ടാലും അങ്ങനെ തോന്നും, അങ്ങനെയൊക്കെ പറയേണ്ട. ഇങ്ങനെ ബെറ്റ്സി മിസ് മരിച്ചു, ഇത് ഞാൻ ഉള്ളടക്കം ഷോർട്ടായിട്ട് പറയുന്നത്, അപ്പോൾ ദീർഘിച്ച് പറയേണ്ട ആവശ്യമില്ല. ബെറ്റ്സി മിസ് മരിച്ചു, ബെഡ് റെസ്റ്റായി പുത്തൂരാന്നാണ് കാൻറ്റി ഹോണ്ടയിൽ. അങ്ങനെ ഡാഡിയുടെ അതേ ബ്ലാക്ക് കാൻറ്റി ഹോണ്ടയിൽ അന്ന് മലയാളം വരണല്ലേ, 34 വയസ്സായിട്ട് കോഴിക്കോട് വരണമെന്ന് പറയും. അപ്പോൾ അന്ന് അമ്മാവനെ അപ്പം മരിച്ച കാര്യം പറയേണ്ട കാര്യം, ബോഡിയുടെ കാൻറ്റി ഹോണ്ട അത് പറയേണ്ട ആവശ്യം, GA2 രജിസ്ട്രേഷൻ, മാത്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പോൾ അവർ 9th പോയി. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവരെങ്ങനെയാണ് വരണേ, എവിടെ നിന്നാണ് വരണേ, ആരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് അറിയിച്ചിട്ട് തന്നെ വരണേ. എന്നോടാരും പറയിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേറെ കാര്യം. അപ്പോൾ അത് തന്നെയാണ് ഈ 2000 6ാം ക്ലാസ്സിൽ 26 എന്ന കണക്ഷൻ തന്നെ വരണേ. കോളേജിൽ 26 ചേരുമ്പോഴും ഛത്തീസ്ഗഡിൽ 2001 ഛത്തീസ്ഗഡായ അവിടേക്ക് ജസ്റ്റ് 2 ദിവസത്തേക്ക് പോയി തിരിച്ച് വരുന്നത് ഒറ്റയ്ക്ക് തന്നെ പോകണം. 3 ദിവസം യാത്ര ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വിഷമം വരും. ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ കുടുംബാമയുള്ളടുത്ത് എനിക്ക് ചെറിയൊരു വിഷമമല്ലേ. അപ്പോൾ വിഷമക്കാരൻ ആകെ ഇടപെട്ട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ എനിക്ക് കാര്യമില്ല. അപ്പോൾ അത് വേറെ കാര്യം. അന്ന് എത്ര വയസ്സ്, 15-16 വയസ്സുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് വേറെ ടൈപ്പാണ്. ഈ വശത്തോടെ യാത്ര ചെയ്യണ കൂടെയല്ല, വെസ്റ്റേൺ രീതിയല്ല, ഈ ഈസ്റ്റേൺ രീതിക്ക് പോകണം. അപ്പോൾ വ്യത്യാസമുണ്ട്, ആന്ധ്ര വഴി. അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് വെസ്റ്റേൺ യാത്ര, ഗോവ തൊട്ട് ഇവിടെ വരെ ഫുൾ വെസ്റ്റ് അറേബ്യൻ സീ വഴി യാത്ര ചെയ്താണ്. അപ്പോൾ അതെനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പോഴത്തെ കാര്യമല്ല പറയണം, ഇപ്പോൾ ഏതും എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അന്നത്തെ കാര്യം. അപ്പോൾ പരീക്ഷ തോറ്റപ്പോൾ ഞാൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല, ഹിന്ദി ഞാൻ പറയണില്ലേ, അതൊക്കെ പറയും. അപ്പോൾ കുടാമയുടെ ബർത്ത്ഡേ ഈ 6ാം ക്ലാസ് കഴിഞ്ഞ് അമ്മാമ്മയുടെ ബർത്ത് 7th ഓഗസ്റ്റ്, 7th 8th. ആ 7th 8th തന്നെ കിടക്കണം. ആ 7th 8th 7th സ്റ്റാൻഡേർഡിൽ അല്ലൈ പായതയുടെ സ്നേഹിതനെ സോങ് പാടുമ്പോൾ സ്റ്റേജിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതും തമിഴ് സോങ് ലൈറ്റ് മ്യൂസിക്കിൽ പാടുമ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ചേട്ടൻ നോക്കി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ സീനിയേഴ്സ്, അപ്പോൾ നമ്മൾ ചിന്തിക്കണില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, അതൊക്കെ അന്നത്തെ കാര്യം. ഇപ്പം ഞാൻ ചിന്തിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ 15 മിനിറ്റ് റെക്കോർഡായി നിർത്തും, പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കിടക്കും. അത് അധികം പറയാനുണ്ടാകും, എനിക്ക് അധികമൊന്നും പറയാനൊന്നുമില്ല, പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഈ 7th 8th 9th കഴിഞ്ഞ് 8th സ്റ്റാൻഡേർഡിൽ 13 വയസ്സാക്കുമ്പോൾ ബെറ്റ്സി മിസ് കിട്ടുമ്പോൾ തന്നെ CT എന്ന് പറയുന്നത്, ബെറ്റി എന്ന് പറയുന്നത് ലാലു മാസിയുടെ ജോസ് മാസ് വെണ്ടൂർ ജനിച്ച അവരുടെ കല്യാണ വീഡിയോയിൽ ശ്രീദേവി എന്ന് പറഞ്ഞ് അത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ശ്രീദേവി ഇത് തമിഴ്നാട്ടിൽ ജനിച്ചതല്ലേ. ശ്രീദേവിയുടെ ബർത്ത്ഡേ അവരുടെ പാട്ടുകളാണ്. ദേവരാഗം എന്ന് പറഞ്ഞ മലയാള സിനിമ ആദ്യമായിട്ട് ഇങ്ങനെ മോഡേൺ ടൈപ്പിൽ ഇറങ്ങുമ്പോൾ അതിലത്തെ പാട്ടുകൾ, അത് ദേവരാഗമോ യാദവ്, അതിലത്തെ കുറേ പാട്ടുകൾ ആ കാസറ്റിൽ ഇങ്ങനെ ദീർഘിച്ച് ഉൾക്കൊണ്ടുണ്ട്. അപ്പോൾ ജോസ് മാസ്റ്ററുടെ മരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ. ഷെയ്ഖൻ്റെ നട്ടാണ്, ബ്രെയിൻ ട്യൂമർ, വെണ്ടൂര്, ഞാൻ അതൊക്കെ പറയും. പഴയ പള്ളി അന്നും നിൽക്കുന്നുണ്ട്, വെണ്ടൂർ പള്ളി. കുറേ കോണിപ്പടിയുള്ള കുറേ ഗോത്തിക് ഏരിയയിൽ അന്ന് ലൈറ്റ് നീല ഓയിൽ പെയിൻറ്റിങ്ങിൽ വൈറ്റും ലൈറ്റ് നീലയാണ് അവരുടെ പെയിൻറ്റിങ്. അപ്പോൾ ആ വെണ്ടൂർ പള്ളി അങ്ങനെ കിടക്കണം, ഒരു ഗോത്തിക് ഏരിയ, പഴയ പള്ളി, ഒരു വലിയ പള്ളിയാണ്, പക്ഷെ ഒരു കുറേ സ്റ്റെപ്സ് ആയിട്ട് അങ്ങനെ. ഇപ്പോഴത്തെ പള്ളി നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല, അന്നത്തെ ഹിസ്റ്ററി നോക്കണമല്ലോ. അപ്പോൾ ആ പള്ളിയിൽ മാമോദീസ നമ്മൾ ഓർക്കണില്ല എന്ന് പറയാം ഗോവയിലുള്ളപ്പോൾ. അപ്പോൾ അങ്ങനത്തെ
അപ്പോൾ ആ സ്റ്റെപ്സ് ഇറങ്ങിയിട്ടാണ് കോണിപ്പടിയിൽ നിന്ന് അമ്മ മരിക്കുന്നതും 96 തന്നെ കിട്ടുന്നത്. 65 എന്ന് പറയുമ്പോൾ ബഡാമയുടെ ബർത്ത്ഡേ. പിന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ ഉള്ളപ്പോൾ മരിക്കുന്നതാണ് പറയണത്. മാത്സ് സമയത്തിനനുസരിച്ച് 96, പിന്നെ 2000 69 വയസ്സിൽ, 73 വയസ്സിൽ അപ്പാപ്പ മരിക്കുന്നു, 73, 21 അങ്ങനെ ഓരോന്ന്. വേൾഡ് ട്രേഡ് സെൻറ്റർ എല്ലാം കൂടി വരുമ്പോൾ ട്വിൻ ടവേഴ്സ്, ട്വിൻ ടോൺസ് ഗോവയിൽ ഫുള്ളും അതൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ 2004 സുനാമി വരുന്നത് 24 എന്ന രീതിയിൽ. അത് 26 തന്നെ സ്പെഷ്യലായിട്ട് എടുക്കണം. 12, 24, 23, 24 വരണം അതിനകത്ത് പറഞ്ഞു. അത് 00 സമയം വരണം. 23, 21, 11 എന്ന സമയം 23, 24 വരുമ്പോൾ. അപ്പോൾ അതുപോലെ മറ്റേ 12 സമയം 00 സമയം കാണിക്കണം. അപ്പോൾ 26, 2 + 6, 26, 12 കൂട്ടിയിട്ട് കാര്യമില്ല. 2 + 6, 7, 8 തന്നെ കാണണം. 12, 00 സമയം 8 എന്ന രീതിയിൽ തന്നെ പോകണം. അപ്പോൾ ഞാൻ 6th സ്റ്റാൻഡേർഡ് ചെന്നിട്ട് 7th, 8th ചേരുമ്പോഴും 7 + 8 ആ രീതിയിലേക്ക് തന്നെ പോകണം. 7 + 8 15 എന്ന് പറയുന്നത് 3 സമയം 6 എന്ന രീതി, 36 എന്ന രീതിയിൽ കാണിക്കണം. രീതി തന്നെ കാണിക്കണം. അപ്പോൾ ബെറ്റ്സി, ബെറ്റി എന്നുള്ള ജോസ് മാസ്റ്റർ, CT എന്നുള്ള ലാസ്റ്റ് 2 അക്ഷരങ്ങൾ വെന്നസ് ഗോവയിൽ CT എന്നാണ് വിളിക്കുക. അവിടുത്തെ എനിക്കടുത്ത ഹിന്ദിയോട് വലിയ പ്രത്യേകത തോന്നണല്ലേ. അവർ പറഞ്ഞാൽ ഞാൻ തിരിച്ചൊന്നും പറയാനുള്ളത് എന്നുവെച്ചാൽ എൻ്റെ സൗണ്ട് എത്ര വളർന്നാൽ ഭയങ്കര സ്ട്രിൽ വോയിസാണ്. നല്ലോണം കാറണ ശബ്ദം അവിടെ വീടുകൾ മൊത്തം കേൾക്കാം. ഒരു 2 വയസ്സ് വരെയാണ്, 1.5 വയസ്സ് പഴയ വീടുകളിലാണെങ്കിലും ഫ്ലാറ്റിലാണെങ്കിലും ഒരു പ്രത്യേക വോയിസാണ്. ഒരു 2 വയസ്സ് വരെ, 1.5 വയസ്സ്. അപ്പോൾ എല്ലാം ഹാരിസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആ വിസിൽ വയ്ക്കണം പറയാം. CT എന്ന് പറഞ്ഞാൽ വിസൽ. പക്ഷെ എനിക്ക് വിസൽ വലിക്കാൻ അറിയില്ല, അത് വേറെ പ്രത്യേകത. എനിക്ക് ചുണ്ടുകൊണ്ട് ഇങ്ങനെ വലിക്കാനോ വിസൽ കൈകൊണ്ട് വലിക്കാനോ അറിയില്ല, കാറ്റ് ഊതണ പോലെ. അപ്പോൾ പറയേണ്ട രീതി വിലയുള്ള സംസാരമാണ് വരേണ്ടത്. അത് മൂട്ടിൽ നിന്ന് വിടണ പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ അറിവില്ലായ്മ കാണിക്കണം. നിങ്ങളുടെ വിഷം എന്ന് പറയുന്നത് വിഷത്തിനെ കുറിച്ചല്ല പറയണത്, അറിവില്ലായ്മ വിഷമായിട്ട് മാറും. അതുകൊണ്ട് പറയണം അറിവില്ലായ്മ സ്വന്തം തന്തയുടെ റിട്ടയർഡ് നേച്ചർ. അറിവില്ലായ്മ വിഷമായിട്ട് മാറും എന്ന് പറയുന്നത്. സ്വയം തിരിച്ചു കൊത്തും, അത് പറയുന്നത് ശരിയല്ലേ. സ്വയം അധിക്ഷേപിക്കും, സ്വയം മുറിവെടുത്തും. മുറിപ്പെടുത്തുന്ന ചെറിയ കോറലിനെ കുറിച്ചല്ല പറയണത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുന്നത്